വെറൈറ്റി റൈസ് വിത്ത് വെറൈറ്റി ചിക്കൻ കറി, അതാണ് ഇന്നത്തെ റെസിപ്പി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വേണ്ടത് എള്ളാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ ആദ്യം കത്തിക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എള്ളിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒരു 3 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക്, നമ്മുടെ ഉണക്ക കുരുമുളക് ഒരു 10-12 ചേർത്തിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയെടുക്കാം, ഒന്ന് ചൂടാക്കിയിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പിൽ വെക്കുക. എന്നിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുകയാണ്, വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ചെറിയതാണ്, 2 ബേ ലീഫ്, അതുകൊണ്ട് 3 ഇടുന്നുണ്ട്. വലുതാണെങ്കിൽ 2 ഇട്ട് കൊടുത്താൽ മതി. ബേ ലീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സവാള അത്രയധികം വഴറ്റൊന്നും വേണ്ട, ബ്രൗൺ നിറാവൊന്നും വേണ്ട കേട്ടോ. ഈ കറിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു സവാളയുടെ എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കില്ലേ ഇങ്ങനെ സവാള കുറച്ച് വാട്ടുമ്പോൾ, ആ ഒരു പരുവത്തിൽ എത്താൻ പാടുള്ളൂ. യഥാർത്ഥത്തിൽ ഉള്ളിയുടെ നിറം എന്ന് പറയണത് എന്ത് നിറം? വെള്ള നിറല്ലേ. ആ വെള്ള നിറം ഒന്ന് മാറിയിട്ട് ഒരു ചില്ല് പരുവ, ചില്ല് ആ ഒരു പരുവത്തിൽ എത്തുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, അതായത് മാരിനേറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ ചേർത്തു എന്ന് വെച്ചാൽ ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അത് ചേർത്തിട്ട് ആണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലിട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഒരു 6-8 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാലേ നമ്മളൊരു 6-8 മിനിറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒന്ന് ആവുന്ന സമയം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള എള്ളും കുരുമുളകും അതിൻ്റെ കൂടെ 2 പച്ചമുളകും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോഴേ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അരച്ചിട്ട് വന്നിട്ടില്ലേ മറ്റേ നമ്മുടെ എള്ളിൻ്റെ മിക്സ്, അത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറവുണ്ടോ എന്നുള്ളത്. അപ്പോൾ പച്ചിറച്ചിയല്ലായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ വെന്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് ഉപ്പില്ല എങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അത്യാവശ്യത്തിന് ഉപ്പുണ്ട്, ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്തോളൂ. പക്ഷെ ഈ മിക്സ് അങ്ങോട്ട് ചിക്കനിൽ ചിക്കനിൽ മിക്സ് ആവുമ്പോൾ എന്താവെന്ന് വെച്ചാൽ ഉപ്പ് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ നമുക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് അടച്ച് വെച്ച് അല്ലേ? അതെ, തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ ബ്ലാക്ക് ചിക്കൻ, അതാണ് ഇന്നത്തെ റെസിപ്പി. ബ്ലാക്ക് ചിക്കൻ എന്ന് പറയുമ്പോൾ ആസാമിലുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ്. ആസാമീസ് ചിക്കൻ കറി, ബ്ലാക്ക് ചിക്കൻ കറി എന്നൊക്കെ പറയും. കാണുമ്പോൾ നമ്മുടെ സാധാരണ ചിക്കൻ കറിയുടെ ഭംഗിയില്ലെങ്കിലും ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കുക. അവളില്ലേ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരണ്ട്
നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഒന്ന് വെന്തോന്നുള്ളതൊന്ന് നോക്കാം. വെന്തോന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചൂട് അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇനിയാണ് നമ്മുടെ ടേസ്റ്റ് കൂടാനുള്ള നമ്മുടെ ഫ്രഷ് ക്രീം. അപ്പോൾ ഫ്രഷ് ക്രീം മിൽക്കി മിസ്റ്റ് എന്ന് പറയുമ്പോൾ പരസ്യം കേട്ടാ, പരസ്യമല്ല കേട്ടാ. അതായത് ഫ്രഷ് ക്രീം ഏതിൻ്റെ ആണെങ്കിലും മേടിച്ചോ, നല്ലതായിരിക്കണം എന്നുള്ളൂ. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത്ര അധികമൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഫ്രഷ് ക്രീം. മതി. മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആസാമീസ് ചിക്കൻ കറി റെഡി. ബ്ലാക്ക് ചിക്കൻ റെഡി. രണ്ടായാലും ഒന്ന് തന്നെ. ഫൈനൽ ടേസ്റ്റ് നോക്കാം. കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിട്ടുള്ള ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് വിചാരിച്ചതിനപ്പുറത്തെ ടേസ്റ്റ് എന്ന് പറയാം. അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പറാ. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് അറിയിച്ചോളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെയ്ക്ക് ബൈ. അയ്യോ, അതെ, ചോറിൻ്റെ കൂടെ കഴിക്കാം. ചപ്പാത്തി, പൊറോട്ട, പിന്നെ വിവിധ തരം റൈസുകൾ ഉണ്ടല്ലോ. നമ്മുടെ ഗാർലിക് റൈസ്, ടൊമാറ്റോ റൈസ്, അങ്ങനെയുള്ള കുറെ റൈസുകളില്ലേ. ആ റൈസുകളുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അത് പറയാൻ വിട്ടുപോയി. ബൈ.